ഓർമ്മയുണ്ടോടാ മെസ്സിനെ കണ്ടതൊക്കെ? ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. നമസ്കാരം. ഇത് മിഴിയാണ്. ചേർത്തല ബിഷമൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കേരളം മുഴുവൻ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ മിഴി നട്ടിരിക്കുമ്പോൾ ഈ മിഴിക്ക് പറയാൻ ഒരുപാട് മെസ്സി വിശേഷങ്ങളുണ്ട് കൂടെ. മഹേഷിൻ്റെ ഭാര്യ ജയശ്രീയും മിഴിയും കൂടെ ഒരു ദിവസം മുഴുവൻ മെസ്സിയോടൊപ്പം കഴിഞ്ഞവരാണ്. ചേർത്തല പട്ടണക്കാട് നികർത്തിൽ കുടുംബത്തിലെ മിഴിയും കുടുംബവും അക്കഥ നമ്മളോട് പറയുകയാണ്. എൻ്റെ പേര് മഹേഷ്. ഞാൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു. നാഷണൽ ഹൈവേയിൽ പട്ടണക്കാട് ദ വില്ലേജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് മെസ്സിനെ കാണാനായിട്ട് ഭാഗ്യം കൊണ്ടുവന്ന ടാറ്റ ടിഗോർ വണ്ടിയാണ്. ഞങ്ങൾക്കിത് 2017 ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെയുള്ളൊരു ഓഫറായിരുന്നു. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് മെസ്സിനെ കാണാനുള്ള മീറ്റ് മെസ്സി ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയതിൽ, അതായത് നറുക്കെടുപ്പിലൂടെ വിന്നറായ 3 ഫാമിലി ഉണ്ടായിരുന്നു. അതിലൊരു ഫാമിലി നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ പൂനെയിൽ നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഈ 3 ഫാമിലി ആയിരുന്നു ഞങ്ങൾ സ്പെയിനിൽ പോയിട്ടായിരുന്നു അന്ന് മെസ്സിനെ കണ്ടത്. സ്പെയിനിൽ ബാർസലോണയിൽ ചെന്നിട്ട് ക്യാമ്പ് നോവിൽ വെച്ചിട്ട് മെസ്സി ആയിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 അവർ സ്പെൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. 10 days ആയിരുന്നു മൊത്തം ബാർസലോണ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഇത് ഞങ്ങളുടെ മോള് മിഴിക്ക് അന്ന് LKG പഠിക്കുകയായിരുന്നു. മിഴീനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഫോട്ടോ എടുക്കാനായിട്ട് മെസ്സി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയത്. നമുക്കത് എന്നും ഒരു ലൈഫിൽ എന്നും ഡ്രീം ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭമായിട്ട് ഞാൻ കാണുന്നത്. ഇതെൻ്റെ വൈഫ് ജയശ്രീ, എറണാകുളം ജനറൽ ആശുപത്രി ക്വാളിറ്റി മാനേജറാണ് ആള്. മെസ്സിനെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്വപ്നം തന്നെയാണ്. ഇപ്പോഴും അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളത് അന്ന് മാക്സിമം പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. കാരണം നമ്മൾക്കിത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങൾ മെസ്സിനെ കാണുന്നവരെയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വളരെ എന്താ പറയുക, ഇത്രയും ലോക പ്രശസ്തനായ ഒരാളെ അടുത്ത് ഞങ്ങൾക്ക് 1 മണിക്കൂറോളം അടുത്ത് കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾക്ക് ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വളരെ പ്രശസ്തിയായി ലോകം മുഴുവൻ ആരാധകരുള്ള അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ എളിമയും വിനയവും ഉള്ള ഒരു മനുഷ്യനാണ്. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ അടുത്ത് അദ്ദേഹം പെരുമാറിയത്. ഇപ്പോൾ മോളുടെ അടുത്താണെങ്കിലും കുട്ടികളോടൊക്കെ വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ആളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം മോളെ എടുക്കുകയും മോളെ പോസ് ചെയ്യിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ആളോടാണ് ഇടപഴകുന്നതെന്ന് ഒട്ടും ഒരു ഫീല് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുമ്പോഴാണെങ്കിലും പുള്ളിക്കത് അവരുടെ ഭാഷ അല്ല അത്. ആക്ച്വലി അവർ സ്പാനിഷാണ് കൂടുതലും പെരുമാറുന്നത്. കാരണം ഇംഗ്ലീഷിൽ ചിലപ്പം പുള്ളി അത്ര ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ എല്ലാ ഒരു ആംഗ്യം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുള്ളി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് അത്രയും ഞങ്ങളുടെ കൂടെ നിന്നായിരുന്നു പുള്ളി. നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെസ്സിയുടെ ഒരു സൈൻ വാങ്ങണം എന്നുള്ള അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആകെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, ഇത് ശരിക്കും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളതൊക്കെ. അപ്പം ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ അദ്ദേഹം ഒരു എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇട്ട ഈ ഡ്രസ്സിൽ തന്നെ പുള്ളി വന്ന് സൈൻ ചെയ്തു തന്നു. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ എന്തൊക്കെ കയ്യിൽ കരുതണം എന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം ആ ഒരു ടൈം ആയിരുന്നു അങ്ങനെ. അത് കൂടാണ്ട് അവിടെ ക്യാമ്പ് നോവിൽ ഇരുന്നേച്ച ബുക്കിൽ ഒരു 3-4 താള് എനിക്ക് സൈൻ ചെയ്ത് തന്നു, ഇത് വെക്കണമെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് തരികയും ചെയ്തതാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, പുള്ളി ഈ പുറത്ത് നിൽക്കുന്ന കുട്ടികൾ ഇവർ സൈൻ ചെയ്യാനായിട്ട് കാത്ത് മെസ്സിനെ നിൽക്കുകയാണ്. 40 കുട്ടികളോളം ഫുട്ബോൾ എടുത്തിട്ടുണ്ട്, അവരുടെ ടീഷർട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെയിറ്റ് ചെയ്ത് ഈ വെളിയിൽ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെ എല്ലാവരെയും തന്നെ പുള്ളി സൈൻ ചെയ്ത് പുള്ളി കൃത്യമായി കൊടുത്തിട്ട് മാത്രമേ അവിടെ നിന്ന് പറഞ്ഞയച്ചുള്ളൂ. കാരണം പുള്ളി അത്രയും ഒരു ജെന്റിൽമാനാണ്. ഒന്നും കരുതിയില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാമ്പ് നോവിൽ നിന്ന് തന്നെ ഒരു ബോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോളിൽ നമുക്കും സൈൻ ചെയ്ത് തന്നായിരുന്നു ആ കൂടെ തന്നെ. നമുക്ക് ഈ ഒരു ഇത് തന്ന ടാറ്റ മോട്ടോഴ്സിനെ എടുത്ത് നമ്മൾ പറയേണ്ടതാണ്. നമ്മൾക്ക് വളരെ എന്താ പറയുക, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്ന ടാറ്റ മോട്ടോഴ്സിന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം ഒരു നന്ദി പറയുന്നുണ്ട്. വണ്ടി ഞാൻ എടുത്തത് നെട്ടൂർ ഷോറൂമിൽ നിന്നായിരുന്നു. കോൺകോഡ് നെട്ടൂരിൽ നിന്നായിരുന്നു വണ്ടി എടുത്തിരുന്നത്. അന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ടില്ലായിരുന്നു എനിക്ക്. ഇതെൻ്റെ ഫാദർ മോഹനൻ, ഇത് എൻ്റെ അമ്മ സുലേഖ. അപ്പോൾ ഈ വില്ലേജ് റെസ്റ്റോറൻറ്റിൽ വരുന്ന പല കസ്റ്റമേഴ്സും ഈ ഫോട്ടോ കണ്ടിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ആരാണ്, ഏതാണ്. അപ്പം ഞാൻ പറയും എൻ്റെ പേരക്കുട്ടിയാണ്. നിനക്ക് വല്ല ഓർമ്മയുണ്ടോടാ മെസ്സിനെ കണ്ടതൊക്കെ? ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല.